ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് നമുക്ക് പൈത്തൺ വേരിയബിൾസ് ആണ്. സോ വേരിയബിൾസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കാൻ പോകുന്നത്. സോ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടെയ്നേഴ്സ് ഫോർ സ്റ്റോറിങ് ഡേറ്റ വാല്യൂസ്. ഓക്കെ, സോ നമുക്കൊരു ഡേറ്റ വാല്യൂസ് ഉണ്ട്. ആ ഡേറ്റ വാല്യൂസ് നമ്മളൊരു കണ്ടെയ്നറിനകത്ത് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഈ ഒരു സംഭവം നമ്മൾ, അതായത് ഈ കണ്ടെയ്നർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിൽ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യും. അതിനാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നെയിം ഇസ് ഈക്വൽ ടു പ്രവീൺ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നെയിം എന്ന് പറയുന്നത് ആക്ച്വലി വേരിയബിൾ നെയിമാണ്. ഓക്കെ, വേരിയബിൾ ആണെന്നാണ് പറയുന്നത്. ഈ ഈക്വൽ ടു സൈൻ കഴിഞ്ഞിട്ടുള്ള ഈ സ്ട്രിങ് വാല്യൂ എന്ന് പറയുന്നതാണ് ഇതിന്റെ വാല്യൂ. സോ ഈ ഒരു വാല്യൂ, ഈ സ്ട്രിങ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ വേരിയബിൾ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ റെഫറൻസ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതിനാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേരിയബിൾ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട്പുട്ട് ഇവിടെ വരും. ഓക്കെ, സോ ഈ നെയിമും നമ്മൾ ഈ കൊടുക്കുന്ന നെയിമും രണ്ടും നെയിം യാഹു എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് വേരിയബിൾ ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് കേസ് സെൻസിറ്റീവ്. വേരിയബിൾ എപ്പോഴും ഒരു കേസ് സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് പല റൂൾസ് ഉണ്ട്. ഒന്ന്, നമ്മൾ എപ്പോഴും വേരിയബിൾ നെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ ഒന്നെങ്കിൽ ഒരു ലെറ്റർ ആയിരിക്കണം ഓർ അണ്ടർസ്കോർ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഇപ്പം ഞാൻ ഏജ് ഇസ് ഈക്വൽ ടു 34 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വേരിയബിൾ നെയിമിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്താണ്, ലെറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്യാരക്ടർ ലെറ്റർ മാറ്റി നമുക്ക് അണ്ടർസ്കോർ കൊടുത്താലും അവിടെയും റൺ ചെയ്താൽ അതും ഓക്കെയാണ്. ഓക്കെ, അണ്ടർസ്കോർ ആയാലും ലെറ്റർ ആണെങ്കിലും ഫസ്റ്റ് ക്യാരക്ടർ എപ്പോഴും അതായിരിക്കണം. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മളൊരു ഡിജിറ്റ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇൻവാലിഡ് ആണ് കാണിക്കുന്നത്, എറർ കാണിക്കുന്നുണ്ട്, ഇൻവാലിഡ് ഡെസിമൽ ലെറ്റർ. അതുപോലെ നമ്മളിവിടെ അറ്റ് കൊടുക്കുകയാണെങ്കിലും അവിടെയും ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഇൻവാലിഡ് സിൻടെക്സ് എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഏജ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇത് കറക്റ്റാണ്. ബിക്കോസ് നമ്മൾ നമ്പർ ഇപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ നമ്പർ അല്ല. ഓക്കെ, ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ ആണ്. ഫസ്റ്റ് ക്യാരക്ടർ കഴിഞ്ഞ് നിങ്ങൾ ഏത് നമ്പർ ആണ് കൊടുക്കുന്നെങ്കിൽ അവിടെയും ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, എനിക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാലും ഇതും ഓക്കെയാണ്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ഇതിൻ്റെ കേസ് സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ ഏജും നമ്മൾ ഈ ഒരു ഏജ്, ഈ രണ്ട് വേരിയബിൾ ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് കേസ് സെൻസിറ്റീവ് ആണ്. ഒരു ഫസ്റ്റ് എ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ, മറ്റേത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. സോ ഇത് രണ്ട് ഒരേ വേർഡ് ആണെങ്കിലും ഇതിൻ്റെ കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്മോൾ ലെറ്റർ മറ്റൊന്ന് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതുകൊണ്ടാണ് അത് ഡിഫറെൻ്റ് എന്ന് പറയണത്. ഓക്കെ, സോ വേരിയബിൾ നെയിം ഇങ്ങനെയാണ്, ഇതിൻ്റെ റൂൾസ് ഇതിനകത്ത് പറയുന്നുണ്ട്. വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. വേരിയബിൾ നെയിം ക്യാൻ ഓൺലി കണ്ടെയ്ൻ ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആൻഡ് അണ്ടർസ്കോർസ്. ഓക്കെ, ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആൻഡ് അണ്ടർസ്കോർസ് മാത്രമേ ഒരു വേരിയബിൾ നെയിമിനകത്ത് കാണാൻ പാടുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഡിഫറെൻ്റ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നാൽ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് നെയിം ഇസ് ഈക്വൽ ടു ഇങ്ങനെ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. ഈ സ്പേസ് വരുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യും? സ്പേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അണ്ടർസ്കോർ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കും. സോ അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കറക്റ്റാണ്. പക്ഷേ ഈ അണ്ടർസ്കോർ മാറ്റിയിട്ട് നമ്മൾ ഹൈഫൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഫസ്റ്റ് നെയിം കനോട്ട് അസൈൻ ടു എക്സ്പ്രഷൻ ഹിയർ, മേ ബി യു മീൻറ്റ് ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് ഇതിനകത്ത് എറർ കാണിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ സ്പേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അണ്ടർസ്കോർ എന്ന് പറഞ്ഞായിരിക്കും ഇടുന്നത്. ഒരിക്കലും ഹൈഫണോ വേറെ സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും ഇടാൻ പാടില്ല.
കേട്ടോ ഇല്ലീഗൽ വേരിയബിൾ നെയിംസ് ഉണ്ടോ ഇവിടെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആണ് അങ്ങനെ ഇടാൻ പാടില്ല ഇത് അതുപോലെ ഇവിടെ മൈ വാറിൻ്റെ ഇടയിൽ ഹൈപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത് അതും ഇല്ലീഗലാണ് ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസും അതും ഇല്ലീഗൽ വേരിയബിൾ നെയിമാണ് സോ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം ഓക്കെ ഇനി അസൈൻ മൾട്ടിപ്പിൾ വാല്യൂസ് ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അതായത് നമ്മളിപ്പോൾ ഒരു കോഡിനകത്ത് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു അല്ല അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ ഓക്കെ എക്സ് കോമ വൈ ഓക്കെ എക്സ് കോമ വൈ കോമ ഇസഡ് ഇസ് ഈക്വൽ ടു നമ്മൾ എ കോമ ബി കോമ സി ഓക്കെ സോ നമുക്ക് മൾട്ടിപ്പിൾ വേരിയബിൾസിനകത്ത് നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂ അസൈൻ ചെയ്യും അസൈൻ ചെയ്യുന്നത് നമ്മൾ ഒരൊറ്റ സിംഗിൾ ലൈനാണ് നമ്മൾ ഡിഫറെൻ്റ് 3 ലൈൻ എഴുതുന്നതിന് പകരം നമ്മളിവിടെ ഒരു സിംഗിൾ ലൈനിൽ നമ്മൾ എഴുതും അപ്പോൾ നമ്മൾ പ്രിൻ്റ് എക്സ് പ്രിൻ്റ് വൈ പ്രിൻ്റ് ഇസഡ് അപ്പോൾ നമ്മളിവിടെ പ്ലേ ചെയ്താൽ എന്താ സംഭവിക്കുക നമുക്കിവിടെ എ ബി സി എന്ന് പറഞ്ഞ് കിട്ടും ഓക്കെ സോ എക്സിൻ്റെ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എയും വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ബിയും ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സി ആണ് ഇനി നമ്മൾ അല്ലാതെ ഇവിടെ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ എക്സ് ഈക്വൽ ടു കോമ മാറ്റിയിട്ട് നമ്മൾ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത് അതായത് എക്സും വൈ ഇസഡും മൂന്ന് വേരിയബിളിനും സെയിം വാല്യൂ ആണ് ഷെയർ ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഇങ്ങനെയും കൊടുക്കാം ഓക്കെ സോ വൺ വാല്യൂ ടു മൾട്ടിപ്പിൾ വേരിയബിൾസ് അതുപോലെ അൺപാക്ക് എ കളക്ഷൻ അങ്ങനെ ഒരുപാട് നമുക്ക് നമ്മുടെ ഈ വേരിയബിൾസ് വെച്ച് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഓക്കെ സോ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു വേരിയബിൾ കാണും വേരിയബിളിനകത്ത് ഒരു വാല്യൂ കാണും സോ ആ വാല്യൂയുടെ ടൈപ്പ് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് കാസ്റ്റിംഗ് നമ്മളിവിടെ യൂസ് ചെയ്യും ഓക്കെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു 25 എന്ന് പറയുന്നത് കിട്ടും ഞാനിവിടെ പ്രിൻ്റ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 25 എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് സ്ട്രിങ് ആണോ ഇൻറ്റിജർ ആണോ എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളിവിടെ പ്രിൻ്റ് നമ്മളൊന്നും കൂടെ ടൈപ്പ് ഓഫ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് സ്ട്രിങ് ആണ് നമ്മളിവിടെ 25 എന്ന് നോക്കുമ്പോൾ ആക്ച്വലി ഇതൊരു നമ്പറാണെന്ന് വിചാരിക്കും പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ടൈപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി സ്ട്രിങ് ആണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിനെ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യും സോ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പ്രിന്റ് ഇൻറ്റ് ഓഫ് എക്സ് ഓക്കെ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ 25 തന്നെയാണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇവിടെയും 25ഉം ഇവിടെയും 25 ഇത് ആക്ച്വലി ഫസ്റ്റ് വന്ന 25 എന്ന് പറയുന്നത് സ്ട്രിങ്ങും ആണ് സെക്കൻഡ് വന്നിരിക്കുന്ന 25 എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ് അത് ഇൻറ്റിജർ ആണോ എന്ന് നമുക്കറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഒന്നും കൂടെ ഇതിൻ്റെ ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്യും പ്രിന്റ് ടൈപ്പ് ഇൻറ്റ് ഓഫ് എക്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊന്നും കൂടെ പ്ലേ ചെയ്യുമ്പോൾ സെക്കൻഡ് വാല്യൂ അതായത് സെക്കൻഡ് വാല്യൂ ഉള്ള 25 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻറ്റിജർ ടൈപ്പാണ് ബിക്കോസ് നമ്മളിവിടെ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്ത് വാല്യൂ 25 ആണെങ്കിലും നമുക്കറിയാം അതൊരു നമ്പറാണ് അതുകൊണ്ട് നമുക്കതിനെ ഇതിപ്പോൾ ഇരിക്കുന്ന സ്ട്രിങ് ആണ് സോ നമുക്ക് ഈ സ്ട്രിങ്ങിനെ നമുക്ക് പിടിച്ച് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം പക്ഷേ ഇവിടെ 25 മാറ്റിയിട്ട് ഇപ്പം ഞാൻ എൻ്റെ പേരാണ് കൊടുക്കുന്നത് അടിക്കുമ്പോൾ എനിക്കിവിടെ എറർ അടിക്കുന്നുണ്ട് എറർ എവിടെ അടിക്കുന്നത് പ്രിന്റ് ഇൻറ്റ് ഓഫ് എക്സ് അതായത് ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യാം ഓക്കെ എക്സിൻ്റെ വാല്യൂ സ്ട്രിങ് ആണ് ആ സ്ട്രിങ് എന്ന് പറയുന്നത് ആക്ച്വലി ലെറ്റേഴ്സ് ആണ് ഓക്കെ നമ്പേഴ്സ് അല്ല സോ അതുകൊണ്ട് ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ പൊട്ടി അപ്പോൾ അത് നമുക്കിങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല സോ നമ്മളൊരു നമ്പർ പോലെ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ സോ ഇതാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് സോ അതായത് നമുക്ക് ഏതെങ്കിലും നമുക്ക് സ്ട്രിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ഡേറ്റ വാല്യൂയുടെ ടൈപ്പ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണ് നമ്മൾ വേരിയബിൾസ് മെയിനായിട്ട് നമ്മൾ
നോക്കുന്നത്. ഇത് ജസ്റ്റ് ഞാൻ ഓട്ടിച്ചെന്നേ ഉള്ളൂ. അതായത് മെയിൻ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് പൈത്തണിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ.